Hi, my dear students. How are you, everyone? So now let us discuss about the lesson 12, the use of definite article. In the previous class, we already discussed about the use of indefinite articles a and an, how it's used, in which context they used. So we already discussed about that. Now let us discuss the use of definite article. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ടുള്ള ദാ എന്നുള്ള ദായുടെ യൂസും അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. ദാ എന്നുള്ള ആർട്ടിക്കിൾ എപ്പോഴും നമ്മൾ കൗണ്ടബിൾ നൗൺസിൻ്റെയും അൺകൗണ്ടബിൾ നൗൺസിൻ്റെയും സിംഗുലർ ആയിട്ടുള്ള സിംഗുലറും പ്ലൂരലും ആയിട്ടുള്ളതിന് കൂടെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ദ എന്നുള്ളത്, ആർട്ടിക്കിളാണ് ദ എന്നുള്ളത്. സോ അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ദ എന്നുള്ള നാമം നമ്മളെല്ലാ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കും. സിംഗുലേഴ്സിൻ്റെ കൂടെ, പ്ലൂറൽസിൻ്റെ കൂടെ, അതുപോലെ തന്നെ കൗണ്ടബിൾ നൗൺസ്, അൺകൗണ്ടബിൾ നൗൺസ്, അതൊക്കെ നമ്മൾ അതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. എന്താണ് കൗണ്ടബിൾ നൗൺ, എന്താണ് അൺകൗണ്ടബിൾ നൗൺ. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി ഏതൊക്കെ കോണ്ടെക്സ്റ്റുകളിലാണ്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ദ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്, ആ ദ എന്നുള്ള ആർട്ടിക്കിളിൻ്റെ യൂസ് എങ്ങനെയൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഐ തിങ്ക് എവ്രി വൺ ഈസ് understand what I said. So when a noun is known to both speaker and listener, so ഒരു നൗണ് സ്പീക്കർക്കും ലിസണർക്കും ഒരുപോലെ അറിയാവുന്നെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് ദാന്ന് വെച്ചിട്ടാണ് തുടങ്ങുക. സ്റ്റാർട്ട് ചെയ്യുന്നത് ദാന്ന് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് മിസ് ഇവിടെ പറയുന്നത്. ദ പോയം ലില്ലി ഈസ് റീഡിങ് ഈസ് റിട്ടൺ ബൈ ONV കുറുപ്പ്. ദ പോയം ലില്ലി ഈസ് റീഡിങ്, ആ പോയം ലില്ലി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസ് റിട്ടൺ ബൈ ONV കുറുപ്പ്, അത് എഴുതിയിട്ടുള്ള ആൾ ONV കുറുപ്പാണ്. അപ്പോൾ എന്താണ് സന്ദർഭം നോക്കുക. വെൻ എ നൗൺ ഈസ് നോട്ട് ടു ബോത്ത് സ്പീക്കർ ആൻഡ് ലിസണർ, സ്പീക്കർക്കും കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും ആ നൗൺ എന്താണെന്ന് മനസ്സിലാവുന്ന സന്ദർഭമാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദാ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വെച്ചിട്ടാണ് ആ വേർഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് ദ പോയം ലില്ലി ഈസ് റീഡിങ് ഈസ് റിട്ടൺ ബൈ ONV കുറിപ്പ്. ഈ സെൻറ്റൻസിൽ ഇൻ ദിസ് സെൻറ്റൻസ് ദ വേർഡ് ലില്ലി ഈസ് റീഡിങ് ടെൽസ് us വിച്ച് പോയം ഈസ് റെഫേർഡ് ടു. അവിടെ വെച്ചാൽ ലില്ലി വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ആ പോയം ആരാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ആരാണ് റെഫേർഡ് ടു, അത് എഴുതിയിട്ടുള്ളതെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്പീക്കർക്കും ലിസണർക്കും ഒരുപോലെ മനസ്സിലാവുന്ന കോണ്ടെക്സ്റ്റിലാണ് ആ പോയത്തിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ദാ എന്നുള്ള ലെറ്റർ വെച്ചിട്ടായിരിക്കണം ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അടുത്ത കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അടുത്ത സന്ദർഭം ദ വെച്ചിട്ടുള്ള വേർഡ്സിൻ്റെ സന്ദർഭങ്ങൾ പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ the noun that has been mentioned earlier needs the definite article the because the listener has already knows the nouns that is being referred to. സോ ഇവിടെ വെച്ചാൽ ഈ സന്ദർഭത്തിൽ നൗൺ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താണ് ആ നൗൺ എന്നുള്ളത് നമുക്ക് വ്യക്തമായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത സെൻറ്റൻസ് വരിക. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലായിക്കോളും. ഞാൻ ആ എക്സാമ്പിൾ എന്താണെന്ന് ഇവിടെ പറയാം. ദർ ഈസ് എ റിവർ നിയർ മൈ ഹൗസ്. അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു റിവർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പുഴയുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത സെൻറ്റൻസിൽ വരുമ്പോൾ അടുത്തത് അതിൻ്റെ ബാക്കിയാണ്, അതിൻ്റെ തുടർച്ചയായതുകൊണ്ട് തന്നെ അവിടെ പറയുന്നത് ദ റിവർ ഈസ് ക്ലീൻ ആൻഡ് ഫ്ലോസ് കോൺസ്റ്റൻ്റ്ലി. അതുകൊണ്ട് തന്നെ ആ പുഴ ദ റിവർ ഈസ് ക്ലീൻ, നല്ല വൃത്തിയുള്ളതാണ്. അതുപോലെ തന്നെ ഫ്ലോ കോൺസ്റ്റൻ്റ്ലി, നല്ല
സ്മൂത്തായിട്ട് അത് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നൗൺ റെഫർ ചെയ്യും. നൗൺ ഇതിൽ റിവർ എന്നാണ്. ആ റിവറിനെ ബേസ് ചെയ്തിട്ട് അടുത്ത സെൻറ്റൻസിൽ ദ റിവർ, ഫസ്റ്റ് ദർ ഈസ് എ റിവർ, ഒരു റിവർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ദ റിവർ ഈസ് ക്ലീൻ ആൻഡ് ഫ്ലോസ് കോൺസ്റ്റൻ്റ്ലി. അപ്പോൾ ആ പുഴ നല്ല വൃത്തിയായിട്ടും സുഖമായിട്ടും തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഒരു മാലിന്യങ്ങളും ഇല്ലാതെയാണ് ഒഴുകുന്നതെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ എന്താണ് നൗണെന്ന് റെഫർ ചെയ്തിരിക്കും. ആ നൗണിൻ്റെ ബാക്കിയായിരിക്കും പിന്നീട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ നൗണിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത സെൻറ്റൻസ് വരിക. അത്തരം സന്ദർഭങ്ങളിലും നമ്മൾ ദാന്ന് വെച്ചിട്ടായിരിക്കും സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് മിസ് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ചെയ്ത് തരാവുന്നതാണ്. കാരണം ഇത് ഒരിക്കലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നേക്കാൾ കൂടുതൽ നിങ്ങളിത് എക്സസൈസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. എന്നാലേ ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെയും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെയും യൂസൊക്കെ ഏതൊക്കെ സന്ദർഭത്തിലാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സംടൈംസ് എ പേഴ്സൺ ഓർ തിങ്സ് ഈസ് known for the simple reason that it is the only one, that means it is unique. അതായത് വളരെ യുണീക്കായിട്ട്, ഇപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ളതും അതുപോലെ തന്നെ യുണീക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ ഇതുള്ള സാധനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. സംടൈം എ പേഴ്സൺ ഓർ തിങ്, ഒരു പേഴ്സൺ ആവാം, ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സാധനമാവാം. ഇറ്റ് ഈസ് നോൺ ഫോർ സിമ്പിൾ റീസൺ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അത് ഒരൊറ്റ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഒറ്റ ഒരെണ്ണം, അതിന് യുണീക്കായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള നൗൺസിൻ്റെ കൂടെയും നൗൺസിൻ്റെ കൂടെ അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദാ വെച്ചിട്ടായിരിക്കും നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് എക്സാമ്പിൾ പറയുകയാണ്, ദ മൂൺ ഈസ് ഷൈൻ ബ്രൈറ്റ്ലി. അപ്പോൾ ദ മൂൺ എന്ന് പറയുന്നത് ഒരൊറ്റ സാധനമല്ലേ ഉള്ളൂ. സോ ദ മൂൺ ഈസ് ഷൈൻ ബ്രൈറ്റ്ലി, അതായത് മൂൺ എന്ന് പറയുന്നത് ഒരൊറ്റ സാധനമാണ്. അത് നമുക്ക് പിന്നെ വേറൊരു മൂണില്ലല്ലോ. അതുപോലെ തന്നെ അങ്ങനത്തെ യുണീക്കായിട്ടുള്ള സാധനങ്ങളെ പറ്റിയും ഇതാക്കുന്ന സമയത്ത് അവിടെ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ദാ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളിലാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിളൂടെ പറയാം. ദ സ്കൈ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ, ദ സൺ ഹാസ് ഗോൺ ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. അപ്പോൾ ഈ എക്സാമ്പിളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ യുണീക്ക് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഒറ്റ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അത്തരം സന്ദർഭങ്ങളിൽ മൂണാണെങ്കിലും സ്കൈ ആണെങ്കിലും സണ്ണാണെങ്കിലും ഇതൊക്കെ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ യുണീക്ക് ക്വാളിറ്റീനെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് അത്തരം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദാ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളിലാണ് ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത ദാ യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലറ്റീവ്സിൻ്റെ കൂടെയാണ്. അതായത് വിശേഷണങ്ങൾ അതുപോലെ തന്നെ ആഡ്വേർബ്സ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളുടെ കൂടെ എപ്പോഴും ദാ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഷീ ഗേവ് ദി ലേറ്റസ്റ്റ് ന്യൂസ്, ദിസ് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് നോവൽ ഐ ഹാവ് എവർ റെഡ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സൂപ്പർലറ്റീവ്സിൻ്റെ കൂടെ ദാ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്യും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അതായത് മോസ്റ്റ് അതുപോലെ തന്നെ മെജോറിറ്റി, വെരി ഇത്തരത്തിലുള്ള വേർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ദാ എന്നുള്ള വേർഡ് അത്ര റിക്വയർഡ് അല്ല, ആവശ്യമില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയാം. ഐ ഫൈൻഡ് എ പ്ലേസ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, ഐ ഹാവ് സോ ഐ ഫൈൻഡ് പ്ലേസ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ സൂപ്പർലറ്റീവ്സിൻ്റെ കൂടെ ദാ ചേർക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മോസ്റ്റ്, വെരി
അത്തരമുള്ള മെജോറിറ്റി ഇങ്ങനെയുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ദ റിക്വയർഡ് അല്ല അല്ലെങ്കിൽ ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവ്സ് റെപ്രസെൻറ്റിങ് എ ക്ലാസ് ഓഫ് പേഴ്സൺ. വിശേഷണങ്ങളുടെ കൂടെ എപ്പോഴും ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്തിട്ടാണ് തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ പറ്റിയിട്ടും അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ മസ്റ്റായിട്ടും അത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ദ യങ് ഷുഡ് സപ്പോർട്ട് ദ ഓൾഡ്, ദ സ്ട്രോങ് ഷുഡ് സപ്പോർട്ട് ദ വീക്ക്, ദ റിച്ച് ഷുഡ് ഹെൽപ്പ് ദ പുവർ. അങ്ങനെ അപ്പോൾ പറയുകയെന്ന് വെച്ചാൽ ഇവിടെ ദ യങ് ഷുഡ് സപ്പോർട്ട് ദ ഓൾഡ് എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവ്സിനെയും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളിലും വേണം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നാണ് പറഞ്ഞത്. അടുത്ത ഒരു സന്ദർഭം എന്ന് പറയുന്നത് വി യൂസ് ദ എന്നുള്ള ലെറ്റർ ഉപയോഗിക്കുന്നത് ഇൻ കൺസ്ട്രക്ഷൻ വിത്ത് കമ്പാരേറ്റീവ്സ് അല്ലെങ്കിൽ കമ്പാരേറ്റീവ്സ്. അതായത് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഇപ്പോൾ ഒരു വസ്തു മറ്റൊരു വസ്തുക്ക് അതിൻ്റെ സിമിലാരിറ്റിയും അതുപോലെ തന്നെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളെ കമ്പയർ ചെയ്യാനും ഉപയോഗിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മളവിടെ ഉപയോഗിക്കും. അതിന് പറയുന്നത് the more he works the weaker he becomes. അതായത് അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്, അയാൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ദ വീക്കർ ഹി ബിക്കം. പക്ഷേ അയാൾ ഏറ്റവും വലിയ വീക്കറാണ് അല്ലെങ്കിൽ ഫിസിക്കലി ഓർ മെൻ്റലി അയാൾ വീക്കായിട്ടുള്ള പേഴ്സൺ ആണെന്നാണ് പറയുന്നത്, ഈവൻ അയാൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ പോലും. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഡിസിമിലർ ആയിട്ടുള്ള സംഭവങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് പറയുന്നത് വി യൂസ് ദ സർട്ടൻ എക്സ്പ്രഷൻ ഓഫ് ടൈം. സോ ചില പ്രത്യേക സമയങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങളെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാന്ന് വെച്ചാൽ ഇൻ ദ മോർണിംഗ് എന്ന് പറയില്ല, അതിന് ഇൻ ദ മോർണിംഗ്. അത് ഓരോ സമയങ്ങളെ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദി ഈവനിങ്, ദ ഡേ ബിഫോർ, ദ ഡേ ആഫ്റ്റർ, ദ ഫോളോയിങ് ഡേ. അങ്ങനെയാണ് നമ്മൾ ദിവസങ്ങളെയും അതുപോലെ തന്നെ സെർട്ടൈൻ ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റായിട്ട് ദ എന്നുള്ള ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ലെസൺ 12 ആണ്. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നാണ് മിസ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡിസ്കഷൻസും അതിനെക്കുറിച്ച് കൂടുതലുള്ള ചർച്ചകളെല്ലാം ആവാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇനി കൂടുതൽ ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു എവ്രി വൺ. താങ്ക് യു സോ മച്ച്.